ഞാനൊരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കുന്നുവെന്ന് വീട്ടിലുള്ളയാൾ പറഞ്ഞപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വായനക്കാരെ എട്ടിനുള്ളിൽ പെടുത്തിയ പോലെ ഞാനും ആ പുസ്തകത്തിലെ എട്ടിനുള്ളിൽ പെട്ടുപോകുമെന്ന്. വായനക്കാരുടെ അഭിപ്രായങ്ങൾ പോലെ ഞാനും ഒറ്റയിരുപ്പിനാണ് 8 വായിച്ചു തീർത്തത്. ബാല്യകാലത്തിലാണ് 8ൻ്റെ തുടക്കം. ശരിക്കും കുട്ടിക്കാലത്തിലേക്കും ആ സമയത്തെ കൂട്ടുകാരിലേക്കും മനസ്സ് പെട്ടെന്നാണ് യാത്ര ചെയ്തത്. അതിനുശേഷമുള്ള വിപ്ലവം എന്ന കഥയിലെ ഓരോ വരിയും കടന്നു പോകുന്നതറിയില്ല. വേറിട്ട പ്രണയകാലം പുസ്തകത്തിൻ്റെ ആത്മാവാണെന്ന് തോന്നി. മൂന്നാമത്തെ ഭാഗം അവളൊരു മാലാഖ. ആർക്കാണ് ഒരു നോവോടെയല്ലാതെ വായിച്ചു തീർക്കാൻ പറ്റുക? ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദങ്ങളെ അടക്കം പറഞ്ഞ് രസിക്കുന്നവർക്കുള്ള 8ൻ്റെ മുന്നറിയിപ്പാണ് അവളൊരു മാലാഖ. അടുത്ത ഭാഗമാണ് ശരിക്കും 8ൻ്റെ പണി. അത് നിങ്ങൾ വായിച്ചു തന്നെ അറിയുക. നിസാരപ്പെട്ട കാര്യങ്ങളിൽ തകർന്നു പോകുന്ന ബന്ധങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് ദേ ഇത്രയുള്ളൂ എന്ന അധ്യായം നമുക്ക് സമ്മാനിക്കുന്നത്. നിഷ്കളങ്കരായ മനുഷ്യരിലൂടെ കടന്നു പോകുന്ന അടുത്ത ഭാഗം കഴിഞ്ഞ് തുടരും എന്നതൊരു യാത്രയാണ്. നമ്മുടെ ജീവിതത്തിൽ മറന്നുപോയ പലതും ആ യാത്രയിലെ വർത്തമാനങ്ങളിൽ നമ്മൾ ഓർത്തെടുക്കുന്നുണ്ട്. ഒടുവിലൊരു മനോഹര സിനിമയുടെ ക്ലൈമാക്സ് പോലെ ആരാണ് അയാൾ എന്ന ഭാഗം വായിച്ചു തീർക്കുമ്പോൾ ഞാനും ചിന്തിക്കുന്നു, ഈ 8 നമ്മളെ കഥയ്ക്കുള്ളിലാക്കുന്നു.